ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആര്യ ഹിയർ. അപ്പോൾ ഇതൊരു ഇയർ എൻഡിങ് വ്ലോഗാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ഇയർ എൻഡിങ് വ്ലോഗ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഈ വർഷമാണ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസമായി. 27-ാം തീയതി നവംബറിലായിരുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2025. ഇപ്പോൾ ഇതാ 2025 ഡിസംബർ 31 അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അധികം ഇട്ടിട്ടില്ല. 2-3 ലോങ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ കൂടുതലും ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇയർ എൻഡിങ് വ്ലോഗ് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈ ഒരു 31 ഡിസംബർ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഒരു വർഷത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ 2025 എന്ന് പറയുന്ന ഒരു ഇയറിനെ നമ്മൾ ഗുഡ് ബൈ പറയാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ദിവസമാണ് നമ്മുടെ 31 ഡിസംബർ എന്ന് പറയുന്നത്. എല്ലാവരും പുതിയ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പുതിയ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കണം, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ ഗോൾസ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മാനിഫെസ്റ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഞാൻ ഇത്രയും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യോ അല്ലെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഗൈസ്. പക്ഷേ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തോ പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം, കുറച്ചും കൂടി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അങ്ങനെ മാനിഫെസ്റ്റേഷൻ ഒന്നും ഞാൻ മുന്നേ ചെയ്തിട്ട് പോലും ഉണ്ടായിട്ടില്ല. പോകുന്ന കാര്യങ്ങൾ അങ്ങനെ പോട്ടെ എന്ന് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇയർ തൊട്ട് എനിക്ക് എന്തോ പുതിയവരെന്നെ കൂടി കാണണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ കുറേ വിഷൻ ബോർഡ്സിൻ്റെ ഐഡിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ പോയി വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെക്കട്ടോ. നിങ്ങളുടെ ഗോൾസും അതെങ്ങനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് ന്യൂ ഇയറിൻ്റെ നമുക്കത് വാൾപേപ്പറായിട്ടോ അതിൽ പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ റൂമിൽ വാളിലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുറേ പേര് അതൊക്കെ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ, അതായത് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയർ, അതായത് 2026 അല്ല, അതിൽ നെക്സ്റ്റ് ഇയർ 2027 ഞാൻ ഇതുപോലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 31 ഡിസംബർ 2026 എൻ്റെ വിഷൻ ബോർഡ് കറക്റ്റ് ആയോ, എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ നടന്നോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇതേ സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗുഡ് ബൈ വീഡിയോ ഒന്നല്ല, 2025 ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒന്നല്ല ഇത്. എനിക്കൊരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട്, അതായത് 2026 തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഈ 2025 ഞാൻ കുറേ ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് വേർഷൻ ഓഫ് സെൽഫും അതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു 2025 കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു 2026 2026 ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കോളേജിലോട്ട് പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിട്ടും ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാത്ത ഞാനായിരുന്നു. ജോലിയായപ്പം എനിക്ക് എറണാകുളത്തായിരുന്നു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഇന്ന് ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എപ്പോഴും ആഴ്ചക്കൊന്നും വീട്ടിലോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ നിന്നു. പക്ഷേ കുറേ കാലമൊന്നും ഞാൻ അവിടെ നിന്നിട്ടില്ല. നിങ്ങളൊരിക്കലും ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. കറൻ്റ്ലി ഐ എം അൺഎംപ്ലോയിഡ്. 2 സ്ഥലങ്ങളിലാണ് ഞാൻ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ 2025 2 ജോബാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും ഞാനിപ്പോൾ ക്വിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ കറൻ്റ്ലി അൺഎംപ്ലോയിഡ് ആണ്. ഇപ്പം എൻ്റെ പാഷൻ ഞാൻ പ്രൊഫഷൻ ആക്കിയിരിക്കുകയാണ്. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലെ ട്രാൻസിഷൻ റീൽസും അതുപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അത്ര നന്നായിട്ട് അറിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പാഷനെ പ്രൊഫഷൻ ആക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു 2025 അപ്പോൾ ഞാൻ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നതും ഈ ഒരു 2025 എന്നുള്ള വർഷത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വേഴ്സ്റ്റ് വേർഷനും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു 2025. എനിക്ക് അതൊന്നും ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നൊരാഗ്രഹമുണ്ട്. ആ ഒരു വേഴ്സ്റ്റ് സെൽഫിനെ ഞാൻ ഇവിടെ തന്നെ ബിഹൈൻഡ് 2025 വെച്ചിട്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഏറ്റവും വേഴ്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ 2025 തന്നെ നിങ്ങൾ വെച്ചിട്ട് പോവുക. 2026 പോകുമ്പോൾ നിങ്ങളുടെ ആ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഷൻ ആയിരിക്കണം നിങ്ങൾ 2026 കൊണ്ടുപോകേണ്ടത്. ഓക്കെ.
പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുറേ ആൾക്കാരുണ്ടാവും, പക്ഷേ എല്ലാവരും ഒന്നും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ എൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ പോലും പറഞ്ഞുകൊണ്ടിരുന്നത്, നിനക്കിത് പറ്റുമോ, എന്തിനാ ഇതൊക്കെ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ മര്യാദയ്ക്ക് വല്ല ജോലിക്കും പോയിരുന്നേൽ ആ പൈസ കിട്ടുമായിരുന്നു, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി എപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ്, അങ്ങനെ ഇതൊക്കെ ആരെങ്കിലും കാണുമോ, നിനക്കതിനുള്ള കഴിവുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അത് അവർക്ക് അങ്ങനെ തോന്നുന്നത് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. അത് നല്ല കാര്യമാണ്. നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മറ്റൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് നമുക്ക് മാത്രമായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളെ മാത്രം അറിയാവുന്ന നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണമെന്നില്ലല്ലോ, നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് നമ്മളെ മനസ്സിലായാൽ മതി. അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരാൾ നമ്മളെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിലും അതുപോലെ തന്നെ ഞാൻ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവുന്നത് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. അത് 2, 3, 4, 5 ആൾക്കാരൊന്നും വേണമെന്നില്ല, വലിയൊരു സർക്കിൾ വേണമെന്നൊന്നുമില്ല. അത് ഒരാളുടെ സർക്കിൾ ആയാലും ഇറ്റ്സ് ബി ഗുഡ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും വിചാരിക്കും, ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വൈകിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതെൻ്റെ ഒരു പരാജയമായി പോകും, നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാനിപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊരിക്കലും എൻ്റെ ഒരു പരാജയമല്ല. ഞാൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടുന്ന് മുന്നോട്ട് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരിക്കലും ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരിക്കലും പരാജയമല്ല. ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ജോലി കിട്ടി, ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവർ മിക്കവരും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോഴും കറൻ്റ്ലി അൺഎംപ്ലോയിഡ് ആണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഞാൻ ക്വിറ്റ് ചെയ്തു. ഇപ്പം ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. കാണുന്നവർക്കൊക്കെ ഞാൻ അൺഎംപ്ലോയിഡ് ആണ്, പക്ഷേ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ പാഷന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതെൻ്റെ പാഷനാണ്. അതിനെ ഞാൻ വർക്കായിട്ട് ഏറ്റെടുക്കുന്നു. എനിക്ക് യൂട്യൂബ് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആവുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതും എൻ്റെ ഒരു വർക്കാണല്ലോ. അപ്പം കറൻ്റ്ലി അൺഎംപ്ലോയിഡ് ആണെന്ന് പറയുന്നത് ശരിക്കും ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ ഐ ആം കറൻ്റ്ലി അൺഎംപ്ലോയിഡ്. അപ്പം നമ്മൾ ഒരിക്കലും ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും ഒരിക്കലും നമ്മുടെ ഒരു പരാജയമായിട്ട് ആരും കണക്കാക്കരുത്. കാരണം നമ്മൾ ചിലപ്പോൾ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്നായിരിക്കും നമുക്ക് മുന്നോട്ടുള്ളൊരു വഴി കിട്ടുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർത്ത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം വേർത്താണ്, എത്രത്തോളം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, എൻ്റെ ഗോൾസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഉള്ളിലൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴാണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ പോലും എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ഞാനിപ്പം 69 സബ്സ്ക്രൈബേഴ്സിലാണ് ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. ഇപ്പം 3-4 ദിവസമായിട്ട് 69 സബ്സ്ക്രൈബേഴ്സിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ വീക്ക്ലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോഴും ആ 1 മാസം കഴിഞ്ഞിട്ട് പോലും 100 സബ്സ്ക്രൈബേഴ്സ് ആവാണ്ടിരുന്നിട്ട് പോലും ഞാൻ ക്വിറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇടുന്നത് പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേർത്ത് മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. അതിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലാവരുടെ മുന്നിലും ചിരിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ 2025 കഴിയുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2026 ഒരിക്കലും എനിക്കത് കൊണ്ടുപോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നായിരിക്കും എൻ്റെ സെൽഫ് ഡൗട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമായിരിക്കും സെൽഫ് ഡൗട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. സ്വയം ചിന്തിക്കുന്നുണ്ടാവും, എന്നെക്കൊണ്ട് ഇതിനെ പറ്റുമോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ആ വർക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മളത് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം വർക്ക് ചെയ്യുമ്പോഴായാൽ പോലും ഇപ്പം എറണാകുളത്ത് പോയി നിൽക്കണം, ആ ഒരു സാഹചര്യം വന്നപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് അതിന് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഞാനത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും വലിയ ഇഷ്യൂസൊന്നും വന്നില്ല. പക്ഷേ ഞാൻ ആ ജോബ് കിട്ടിയാൻ കാരണം അതൊന്നും ആയിരുന്നില്ല, വേറെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിച്ച് പോരേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് ഡൗട്ടിങ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും 2025 തന്നെ വെച്ചിട്ട് പോകും. ഒരിക്കലും 2026 ഞാൻ എടുക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ മടിയായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. എന്നെ അത്രയും പുഷ് ചെയ്താൽ മാത്രമേ ഞാൻ എന്തെങ്കിലുമൊക്കെ
എനിക്ക് ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ ആ മടിയിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് പോകും. അപ്പം അങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ 2025 കഴിയുമ്പോൾ ഇന്നത്തെ ദിവസത്തോടു കൂടി എൻ്റെ ആ മടി അവിടെ തന്നെ വെച്ചിട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാമെന്ന് വിചാരിച്ച് നാളെയാണ് നല്ല സമയം, മറ്റന്നാളാണ് നല്ല സമയം, നാളെ വൈകുന്നേരം ആവട്ടെ രാത്രി ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് തുടങ്ങാൻ പറ്റുമോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമ്മൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെപ്പോഴും പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു 2025 നിർത്തും. അതുപോലെ തന്നെ കമ്പാരിസൺ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ ഞാൻ പല ചാനലുകാരുടെയും ചാനൽ എടുത്ത് നോക്കും. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുറേ ഷോർട്സ് കാണുമ്പോൾ ഞാൻ അവരുടെ ചാനൽ എടുത്ത് നോക്കും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇവർക്കൊക്കെ ഇത്രയും ഫോളോവേഴ്സ് ആയല്ലോ, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, ഇവർ ഇത്രയും വീഡിയോ ഒക്കെ ഇട്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. അപ്പം അവർക്ക് അത്രയും വ്യൂസ് ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത്രയും വ്യൂസ് കിട്ടുന്നില്ലല്ലോ ഓക്കെ. പക്ഷേ ഞാൻ പിന്നെ മനസ്സിലാക്കി, ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 month ആവുന്നേ ഉള്ളൂ. അപ്പം ഇതെൻ്റെ ഒരു ഗ്രോയിങ് ഫേസ് ആണ് ഇത്. അപ്പം ഇതിൽ ഞാൻ ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സെറ്റായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ആ ഒരു കമ്പാരിസൺ ഞാൻ ഈ ഒരു 2025 വെച്ചിട്ട് പോവും. ഒരിക്കലും 2026 എടുക്കത്തില്ല. പിന്നെ 2026 പോകുമ്പം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സ്ലോ ആയാലും കുഴപ്പമൊന്നുമില്ല. സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ മാത്രം മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ സ്ലോ ആയി ലേറ്റായി അങ്ങനെ വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോഴും ഇപ്പം നമ്മൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് കയറും, സബ്സ്ക്രൈബേഴ്സ് കയറും. അതുപോലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ മതി. സ്ലോ ആയാലും ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 2026 പോകുമ്പം എനിക്ക് കുറച്ച് ഗോൾസ് ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ വിഷൻ ബോർഡ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പം പറയുന്നില്ല. കാരണം അതൊക്കെ നടക്കുവാണെങ്കിൽ ആ വിഷൻ ബോർഡ് അടക്കം ഞാൻ നിങ്ങൾക്ക് അടുത്ത വർഷം ആകുമ്പം ഈ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് വലിയ ഡ്രീംസ് ഒന്നും അല്ല, റിയൽ ഡ്രീംസ് ആണ്. ബിഗ് ഡ്രീംസ് അല്ല, റിയൽ ആയിട്ടുള്ള ഡ്രീംസ് ആണ് എൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ നല്ല സീരിയസ് ആയിട്ട് എടുക്കണം. അതുപോലെ വ്യൂസ് നോക്കാതെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, വീഡിയോസ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഗോൾ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ മെൻ്റൽ പീസ് ആയിരിക്കണം വേറെ എന്തിനേക്കാളും എനിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടുന്നത്. കാരണം നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്കൊരു സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, ജോലി ആയില്ലേ, ജോലി സെറ്റായില്ലേ, പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും ഇതായല്ലോ, അപ്പം ജോലിയൊന്നും സെറ്റായിട്ടില്ലേന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കതൊരു മനസ്സുഖം, ചോദിച്ചോട്ടെ. നമ്മളെ വീട്ടുകാരും അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. അത് അവരുടെ സ്ട്രെസ് കാരണം അവർ ചോദിക്കുന്നതായിരിക്കും. അവരും ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. അതൊന്നും നമ്മുടെ പീസിനെ തകർക്കാൻ വേണ്ടി പാടില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു മനസ്സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കംഫർട്ടായിരുന്നിട്ട് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ചോദിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല അത് നമ്മുടെ ഒരു മാനസികാവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്. അവർ ചോദിക്കുമ്പോൾ നമുക്കത് എത്രത്തോളം പ്രഷർ തരുന്നുണ്ട് എന്നുള്ള കാര്യം ആ ചോദിക്കുന്നവർ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ അത് കേൾക്കുന്ന നമുക്കറിയാം നമ്മളത് മനസ്സിലോട്ട് എടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ആ ഒരു പീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ മൈ മെൻ്റൽ പീസ് കംസ് ഫസ്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ 2025 നിന്ന് 2026 പോകുമ്പം എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ഒരിക്കലും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇന്ന് തൊട്ട് നമ്മുടെ പുതിയൊരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ പാസ്റ്റ് ഒരിക്കലും നമുക്ക് പോയിട്ട് ചേഞ്ച് ചെയ്യാനോ അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിച്ചിപ്പോൾ ഇരുന്നിട്ടോ കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇപ്പം പുതിയ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു പുതിയ തുടക്കമാണ്. എല്ലാവരും പുതിയ തുടക്കത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു തുടക്കം നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ 2025 എന്തൊക്കെ അവിടെ തന്നെ വെക്കണം, അവിടെ നിന്ന് കിട്ടിയ എന്തൊക്കെ ലെസൺസ് 2026 എടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, കം ലെറ്റ്സ് ഗ്രോ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ടുഗെദർ. നമുക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ 2025 കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയേ. അപ്പോൾ ലെറ്റ്സ് ഗ്രോ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ടുഗെദർ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോക്കും ചിലപ്പം 20-30 വ്യൂസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഐ വിൽ അപ്ലോഡ് ഇറ്റ്. കുഴപ്പമില്ല, എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഇതുപോലെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.